മോദിയെ ലോക നേതാവായി വാഴ്ത്തിപ്പാടുകയാണ് സംഘപരിവാർ. ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയത് മോദിയാണത്രേ. അതെ, അതുകൊണ്ടാണല്ലോ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിന് തന്നെ മോദി ഭരണത്തിനെതിരെ സംസാരിക്കേണ്ടി വരുന്നത്. മണിപ്പൂരും ഉത്തരാഖണ്ഡും കർഷക സമരവുമൊക്കെ ലോകത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ ലോക ജനതയ്ക്ക് മുന്നിൽ ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാനം എന്താണ് എന്ന് സംഘപരിവാർ അനുകൂലികൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇതാ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ തന്നെ BJPയുടെ മറ്റൊരു കണ്ണില്ലാത്ത ക്രൂരത തുറന്നു കാണിക്കുന്നു. രാജ്യത്തെ മുസ്ലിം വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് BJP സർക്കാരുകൾ നടത്തുന്ന നിയമവിരുദ്ധ ബുൾഡോസർ രാജ് ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ വീട് പൊളിക്കും, ഇന്ത്യയിലെ ബുൾഡോസർ അനീതി. ഉത്തരവാദിത്തം കണ്ടെത്തൽ, ഇന്ത്യയിലെ ബുൾഡോസർ അനീതിയിൽ JCBയുടെ റോളും ഉത്തരവാദിത്തവും എന്നീ 2 റിപ്പോർട്ടുകളാണ് ആംനസ്റ്റി ബുധനാഴ്ച പ്രസിദ്ധീകരിച്ചത്. ശിക്ഷാ നടപടിയുടെ പേരിലാണ് മുസ്ലിം വിഭാഗങ്ങളുടെ വീടുകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ തകർക്കുന്നത്. 2022 ഏപ്രിലിനും ജൂണിനുമിടയിൽ BJP ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡൽഹിയിലും ഇത്തരത്തിൽ 128 കെട്ടിടങ്ങളാണ് തകർക്കപ്പെട്ടത്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പൊളിക്കൽ നടന്നത്, 56 എണ്ണം. ഗുജറാത്തിൽ 36ഉം ഡൽഹിയിൽ 25 എണ്ണവും തകർത്തു. അസമിൽ 8ഉം ഉത്തർപ്രദേശിൽ 3ഉം കെട്ടിടങ്ങൾ ഈ കാലയളവിൽ ബുൾഡോസർ രാജന് ഇരയായി. മുൻകൂറായി നോട്ടീസ് പോലും നൽകാതെയാണ് വീടുകളും കടകളും ഇടിച്ച് നിരത്തുന്നത്. കോടതിയിൽ അപ്പീൽ നൽകാനുള്ള അവകാശവും നിഷേധിക്കുന്നു. 617 പേരാണ് ഇതുവരെ പെരുവഴിയിലായത്. മധ്യപ്രദേശിലെ ഖർഗോണിൽ കയ്യേറ്റഭൂമിയിലുണ്ടായിരുന്ന ക്ഷേത്രം നിലനിർത്തി സമീപത്തെ മസ്ജിദ് പൊളിച്ചതിൻ്റെ സാറ്റലൈറ്റ് ചിത്രവും ആംനസ്റ്റി പുറത്തുവിട്ടു. ഒരു വിഭാഗത്തിൻ്റെ മാത്രം സ്ഥാപനങ്ങൾ പൊളിക്കുന്നത് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന തുല്യതയ്ക്ക് എതിരാണ്. മുസ്ലിങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബുൾഡോസറുകൾ കൊണ്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെ അപലപിക്കണമെന്ന് JCB യന്ത്രനിർമ്മാതാക്കളായ ജോസഫ് സിറിൽ ബാംഫോർഡ് കമ്പനിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനയെക്കുറിച്ചും തുല്യതയെക്കുറിച്ചുമൊക്കെ ആരോടാണ് പറയുന്നത്? RSSനോടോ? പോത്തിനോട് വേദമോദിയാൽ അതിലും ഗുണമുണ്ടാകും.